പഴയ കാഷ്വാലിറ്റിയിൽ പ്രത്യേക ക്രമീകരണം വീണ്ടും ഏർപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. പുതിയ കെട്ടിടത്തിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. ഓക്സിജൻ സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് എന്ന് ആദ്യം ഒരു ഭയപ്പാടുണ്ടായിരുന്നെങ്കിലും അതല്ല UPS സംവിധാനത്തിലുണ്ടായ ഓവർലോഡ് ആയിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു തീപിടുത്തത്തിൽ അല്ലെങ്കിൽ പുക ഉണ്ടാകുന്നതിലേക്ക് എത്തിച്ചത് എന്ന ഒരു അനുമാനത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. 3 പേരുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷിക്കാനുള്ള തീരുമാനവും വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന PMSSY എന്ന സ്കീമിൽപ്പെടുത്തിയാണ് ഈ കെട്ടിടം പണിതത്. 2022 ഈ കെട്ടിടം പണി ആരംഭിക്കുന്നത്. 2023 മാർച്ചിൽ തന്നെ പൂർത്തീകരിച്ച് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയതിന് ശേഷം പുതിയ കാഷ്വാലിറ്റി ആകെ അവിടേക്ക് മാറ്റുകയായിരുന്നു. വളരെ സുരക്ഷാ സംവിധാനങ്ങളുടെ കെട്ടിടം എന്ന നിലയിൽ തന്നെയാണ് അന്ന് ഉദ്ഘാടന സമയത്തൊക്കെ വിശദീകരിക്കപ്പെട്ടത്. 195 കോടി രൂപയായിരുന്നു അന്നത്തെ അതിൻ്റെ ചിലവ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ നിർമ്മാണം കഴിഞ്ഞ് ഉദ്ഘാടന സമയത്ത് തന്നെ മുകളിലത്തെ നിലയിൽ ചോർച്ചയും മറ്റുമൊക്കെ അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെ അന്നതൊരു ചെറിയ വിവാദമായി പിന്നീട് അറ്റകുറ്റപ്പണികളിലൂടെ അത് പരിഹരിക്കുകയും ചെയ്ത കെട്ടിടമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ തീർച്ചയായും നിർമ്മാണ ഘട്ടത്തിലടക്കം എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതൊക്കെ അന്വേഷിക്കേണ്ടതായിട്ട് വരും. ഇനി കൈമാറുന്ന സമയത്താണ് അതിന്റെ ഇലക്ട്രിഫിക്കേഷൻ അടക്കമുള്ള നടപടികൾ നടക്കുന്നത്. UPS-മായി ബന്ധപ്പെട്ടാണ് വൈദ്യുതീകരണത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ അപകടത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നാണ് ടി സിദ്ദിഖ് MLA ഇന്നലെ തന്നെ അദ്ദേഹം അവിടെ എത്തി പ്രതികരിച്ച് സുഖം പ്രാപിച്ചു വരികയായിരുന്ന നസീറയുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് പരിശോധിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. പ്രധാനമായിട്ടും ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് അതീവ ഗൗരവതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണത്തിലേക്ക് നയിച്ചതായിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ തയ്യാറാണ്. നസീറ എന്ന് പറയുന്ന പാവപ്പെട്ട ഹതഭാഗ്യ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കിടക്കുമ്പോൾ അവർ ജ്യൂസ് അടക്കം കുടിച്ച് പിക്കപ്പായി വരുന്നു എന്നുള്ളതായിരുന്നു അവരുടെ കുടുംബം ഇന്നലെ എന്നോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമാണ് ഈ അപകടം നടന്നത്. ഈ അപകടത്തിലാണ് അവർ മരണപ്പെട്ടത്. പല കുടുംബങ്ങളും ഈ കാര്യം പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി തന്നെ ഇങ്ങനെ ഗൗരവതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ അക്കാര്യത്തിൽ സംശയം പൊതുസമൂഹത്തിനും ഉണ്ടാകുക സ്വാഭാവികമാണ്. ഇനി ഇതിന്റെ മറുഭാഗം എന്താണ് സർക്കാരിന് വിശദീകരിക്കാനുള്ളത് എന്ന് നോക്കിയാൽ പുക ശ്വസിച്ചുള്ള മരണമല്ല, ഒരാൾ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചതാണ്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ ആ മരണം സംഭവിച്ചിരുന്നതാണ് ആരോഗ്യവകുപ്പിന്റെ ഒരു വിശദീകരണം. മറ്റൊരാൾ വന്നത് വായിൽ അർബുദ ബാധ ഉണ്ടായിരുന്ന ആളാണ്. അവർക്ക് പെട്ടെന്ന് കൗണ്ട് കുറഞ്ഞുപോയി. അങ്ങനെ ആരോഗ്യം വളരെ മോശമായി കൊണ്ടുവന്നതാണ്. അവർക്കും വളരെ മോശം അവസ്ഥയായിരുന്നു, അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. മറ്റൊരാൾക്ക് കരൾ രോഗമായിരുന്നു, വൃക്ക തകരാറിലായിരുന്നു. വേറൊരാൾക്ക് ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്നു. 2 പേർ ഉച്ചയ്ക്ക് ശേഷം വന്നതാണ്. വയനാട്ടിൽ നിന്ന് വന്ന സ്ത്രീ വിഷം കഴിച്ചാണ് ഇവിടെ എത്തിയത്. പുക വന്നപ്പോഴേ അവരെ മാറ്റിയിരുന്നു. ഇതിൽ തൂങ്ങി മരിച്ചതും വിഷം കഴിച്ചതുമായ 2 പേരുടെ പോസ്റ്റ്മോർട്ടം, അത് നേരത്തെ വന്ന വിവരങ്ങളാണ്. ഇപ്പോൾ 3 പേരുടെ പോസ്റ്റ്മോർട്ടം എന്ന വിവരം വന്നാണ്. ഏതായാലും ഈ മരണങ്ങളിൽ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇത് ഈ അപകടം മൂലമുണ്ടായ മരണമല്ല എന്നാണ് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നത്. അതേസമയത്ത് തന്നെയാണ് ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ അതല്ല, ബന്ധുക്കൾ പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന മറുപടി വരുന്ന അവസ്ഥയിലാണ് മരണം സംഭവിച്ചതെന്ന് പറയുന്നത്. ഷഹീദ് നമുക്കൊപ്പം വിവരങ്ങളായിട്ട്. ഷഹീദ്, ജനപ്രതിനിധികളുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. വളരെ ഗുരുതരമായ ആരോപണമാണ്. ബന്ധുക്കളും ആ വിഷയം ഉന്നയിക്കുന്നുവെന്നാണ്. സ്വാഭാവികമായിട്ടും അതിന് വ്യക്തമായ ഒരു ഉത്തരം ആശുപത്രി അധികൃതർ നൽകിയേ മതിയാകൂ.